ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ വന്നിരുന്നത് ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്താണ് $10 നമ്മുടെ ആഡ്സൻസിൽ ആയി കഴിഞ്ഞാലായിരുന്നു ID വെരിഫിക്കേഷന് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂട്യൂബേഴ്സിന് വരുന്നത് അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആയ ആളുകൾക്ക് ചിലപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ആഡ്സൻസിൽ ഒരു വെരിഫിക്കേഷൻ നിങ്ങൾ ID വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ്സ് കട്ടാവുമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ID വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആഡ്സൻസിൽ $10 ആവട്ടെ അല്ലെങ്കിൽ മെയിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആഡ്സൻസ് ഒന്ന് ലോഗിൻ ചെയ്യാം. ഗൂഗിളിൽ ആഡ്സൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ലോഗിൻ ഉണ്ടാവും, സൈനപ്പ് അല്ല ലോഗിൻ എന്നുണ്ടാവും. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഡ്സൻസിൽ എന്തെങ്കിലും മെസ്സേജുകൾ എന്തെങ്കിലും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേക കാര്യം പറയാനുള്ളത് ആഡ്സൻസ് വെരിഫിക്കേഷന്റെ കാര്യത്തിൽ ID വെരിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ചാൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പം ആ 3 ചാൻസിനുള്ളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ നെയിമും നമ്മുടെ ID നെയിമും ഐഡിയിൽ കൊടുത്ത നെയിമും സെയിം ആവണം, എന്നാലേ അവർ ID വെരിഫൈ ചെയ്ത് തരുള്ളൂ. അപ്പം നിങ്ങളുടെ ബ്രാൻഡ് അക്കൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നെയിം മാറ്റി കഴിഞ്ഞാൽ ആഡ്സൻസ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ നെയിം ഒരിക്കലും മാറില്ല. എന്നാൽ നിങ്ങളുടെ യൂസർ അക്കൗണ്ട് ആണെങ്കിൽ ബ്രാൻഡ് അക്കൗണ്ട് യൂസർ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, നിങ്ങളുടെ ചാനൽ നെയിമും ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മാറിപ്പോകും. അപ്പൊ നിങ്ങൾ അത് വറി ചെയ്യേണ്ട. നമുക്ക് ഈ ഒരു ID വെരിഫിക്കേഷൻ ശരിക്കും ഒരു 2-3 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നും മാക്സിമം 24 hours ഒക്കെ എടുക്കുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചും ആ ഒരു നെയിം ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നീട് നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ID നിങ്ങൾക്ക് കൊടുക്കാം. ആധാർ കാർഡ് ഒഴിച്ച് പാൻ കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ പേജിൽ 2 ഇമേജ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പാസ്പോർട്ട് ആണെങ്കിലും ഫസ്റ്റും അതുപോലെ ലാസ്റ്റ് അഡ്രസ് പേജും ഒരൊറ്റ പേജിലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ ID കാർഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വൈറ്റ് പേപ്പറിന്റെ സൈഡ് കിട്ടുന്ന രീതിയിൽ, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് 4 കോർണറും കറക്റ്റ് ആയിട്ട് ലഭിക്കണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് PDF ആയി അപ്ലോഡ് ചെയ്യാം, അതുപോലെ ചെക്ക് പേജ് ഇമേജായി ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ആ രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്ന്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊരു യൂട്യൂബ് ചാനലിലും മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ID വെരിഫിക്കേഷൻ ആണ്. ID വെരിഫിക്കേഷൻ നമുക്ക് കാണിക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ടന്റ് പ്ലീസ് സൈൻ ആഡ്സൻസ് ടു വെരിഫൈ യുവർ ഐഡന്റിറ്റി, ദിസ് ഈസ് റിക്വയർഡ് ടു റിസീവ് ഫ്യൂച്ചർ പേയ്മെന്റ് ആൻഡ് കണ്ടിന്യൂ മോണിറ്റൈസേഷൻ. അപ്പൊ ID വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിന്നീടുള്ള ആഡ് സെർവിംഗ് ഒക്കെ യൂട്യൂബ് നടത്തുക അല്ലെങ്കിൽ ആഡ്സൻസ് നടത്തുന്നത് ID വെരിഫൈ ചെയ്തവർക്കാണ്. അതുപോലെ നമ്മുടെ പേയ്മെന്റ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ്സൻസിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. ആഡ്സൻസ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ആഡ്സൻസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരുപാട് ആഡ്സൻസിന്റെ ലിങ്ക് കിട്ടും. അതിൽ ആഡ്സൻസ് ലോഗിൻ എന്ന് പറഞ്ഞ ലിങ്ക് എടുക്കുക. ആഡ്സൻസ് ലോഗിൻ അല്ലാതെ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ടുള്ള ഒരു ആഡ്സൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പുതുതായിട്ടൊരു ആഡ്സൻസ് ഉണ്ടാക്കിയതാണ്. പിന്നെ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ ആഡ്സൻസും കട്ടാവും. അപ്പോൾ ആ ഒരു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഗൂഗിൾ ആഡ്സൻസ് എന്ന് പറഞ്ഞ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആഡ്സൻസിന്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. ആഡ്സൻസിൽ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാം. നിങ്ങളുടെ ID വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ പേയ്മെന്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടോ, യുവർ പേയ്മെന്റ് ആർ കറന്റ്ലി ഹോൾഡ്, ആക്ഷൻ ഈസ് റിക്വയർഡ് ടു റിലീസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടോ, നമുക്ക് മെയിലിൽ വെരിഫൈ യുവർ ഐഡന്റിറ്റി ഇതാ ഗൂഗിൾ പേയ്മെന്റ്സ് ഉണ്ട്, വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മെയിലും അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എപ്പോഴാണിത് വരുന്നത് പറയാൻ പറ്റില്ല. വൈകി കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും, അവർ ആഡ് സെർവിങ് കട്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആധാർ കാർഡ് അല്ലാത്ത എല്ലാ കാർഡും ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, വോട്ടർ ID കൊടുക്കാം,
പാസ്പോർട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് ID വെരിഫിക്കേഷന് കൊടുക്കാൻ കഴിയുന്നതാണ്. മുമ്പൊക്കെ ആഡ്സൻസിൽ $10 ആയി കഴിഞ്ഞാൽ മാത്രമേ ID വെരിഫിക്കേഷൻ വന്നിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ മോണിറ്റൈസ്ഡ് ആയിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സ്റ്റുഡിയോ തന്നെ $10 ഒക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ മെയിൽ വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രൊഫൈൽ നമ്മൾ കൊടുക്കുന്ന ID, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റിൽ അതേ നെയിം ആയിരിക്കണം നമ്മുടെ പ്രൊഫൈൽ നെയിം. അപ്പൊ നമ്മൾ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ ഇവിടെ കാണാം, ഹോം കാണാം, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫോ കാണാം, ഡാറ്റ പേഴ്സണലൈസേഷൻ ഒക്കെ കാണാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണൽ ഇൻഫോ കൊടുക്കുക. അവിടെ കൊടുക്കുന്ന പേര് എന്താണോ, സാധാരണയായി ബ്രാൻഡ് അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടുകളുടെ പേര് എന്ന് പറഞ്ഞാൽ ചാനൽ നെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ചാനൽ നെയിം ഇതാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഡോക്യുമെന്റിലെ നെയിം അവർ നോക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനൽ അല്ലെങ്കിൽ പേര് മിസ്മാച്ച് യുവർ എന്താ പറയുക പ്രൊഫൈൽ നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റിലെ നെയിം മിസ്മാച്ച് വന്നിട്ടുണ്ട് പറഞ്ഞാൽ അവർ റിജക്ഷൻ വരാൻ സാധ്യത കൂടുതലല്ല 100% റിജക്ഷൻ വരും. അപ്പൊ ഇവിടെ നെയിം എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്താണോ നമ്മുടെ ആ കൊടുക്കുന്ന ഐഡിയിൽ എന്താണോ ആ ഐഡിയിലെ കറക്റ്റ് ആയിട്ടുള്ള മറ്റേ എന്താ പറയുക പേര് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മോണിറ്റൈസ് ഈ ഒരു ID വെരിഫിക്കേഷൻ കടന്നു കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ നെയിം എനിക്ക് മാറ്റണം. ഇവിടെ നെയിം ചാനലിന്റെ നെയിമാണ്. അപ്പൊ ആ ചാനലിന്റെ നെയിം ഒഴിവാക്കിയിട്ട് അങ്ങനെ ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലേ നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ നിലനിൽത്തേ നോക്കുക. അങ്ങനെ ആ ഒരു കടമ്പ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ നോക്കിയാൽ മതി. അത് നമുക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുമ്പോൾ ചോദിക്കുന്നതാണ്. അത് നമ്മൾ ID വെരിഫൈ ID അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും നിങ്ങൾക്ക് പിൻ നൽകേണ്ട ഏത് അക്കൗണ്ട് ഏത് അഡ്രസ്സിലേക്കാണെന്ന് ചോദിക്കും. അപ്പോൾ ആ അഡ്രസ്സ് അവിടെ കൊടുത്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ പോവാം, ഗൂഗിൾ ആഡ്സൻസിന്റെ ഹോമിൽ പോവാം. ഇനിയൊന്നുമില്ല. ഇനി ഇവിടെ നമുക്ക് ആക്ഷൻ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ കാണിക്കും. അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ഉണ്ട്. ഡോക്യുമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 4 കോർണറുകളും കാണുന്ന രീതിയിൽ നിങ്ങൾ എന്താ പറയാ ഫോട്ടോ എടുക്കാം. 4 കോർണറുകൾ കാണുന്ന രീതിയിലുള്ള, ഉദാഹരണത്തിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ 4 കോർണർ കാണുന്ന രീതിയിലും അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം. ഈ 4 കോർണർ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവർ ആ ഒരു കാരണം പറഞ്ഞ് റിജക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ വെച്ചാൽ ഈ ബ്ലാക്ക് പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ 4 കോർണറും ബ്ലാക്ക് എന്ന് പറഞ്ഞ രീതിയിൽ കാണുന്ന രീതിയിൽ വേണം ഒറ്റ ഇമേജ് ആക്കി 2 പേജും ഒറ്റ ഇമേജ് ആക്കി കൊടുത്ത രീതിയിൽ വേണം എടുക്കാൻ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇവിടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ നൗ എന്ന് പറഞ്ഞ ഭാഗത്ത് പോവാം. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഞാൻ പറഞ്ഞ അഡ്രസ്സ് നിങ്ങൾക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഇത് കൊടുക്കില്ല. അപ്പോൾ കൺട്രോൾ നമ്മളെ മൗസ് വെച്ചിട്ടൊന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കാണും. അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് എന്ത് ചെയ്യുക അവിടെ നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണോ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട്, അതുപോലെ പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. ആധാർ കാർഡ് നോട്ട് ആക്സെപ്റ്റഡ്, നോട്ട് ആക്സെപ്റ്റഡ് എന്ന് കൊടുക്കുന്നത് ആധാർ കാർഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെയിൽ മുഖാന്തരം അവിടെ അറിയിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ആദ്യപ്പോൾ ഒരു ചാനലിന്റെ പേര് നമ്മൾ മാറ്റിയല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ചാനലിന്റെ പേരിൽ തന്നെ മാറ്റാവുന്നതാണ്. ഈ വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ മാത്രമാണ് നമുക്കതിൻ്റെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് അത് തിരിച്ച് ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വെരിഫിക്കേഷൻ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ID വെരിഫിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക,
ആകെ 3 തവണ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ശേഷം പിന്നീട് അവർക്ക് മെയിലൊക്കെ അയച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 3 തവണ ചെയ്യേണ്ട ചാൻസ് തന്നെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഫസ്റ്റ് തന്നെ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാം. അല്ലാതെ ഒന്ന് നമ്മൾ പാൻ കാർഡ് കൊടുത്തു അതിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, പിന്നെ പാസ്പോർട്ട് കൊടുത്തു അതിൽ കിട്ടിയില്ല, പിന്നെ നിങ്ങൾ ID അങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു ID തന്നെ കൊടുക്കാം. ആ IDയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും മാക്സിമം ക്ലിയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ID വെരിഫിക്കേഷൻ്റെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ജസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും കിട്ടാവുന്ന ഒരു പെട്ടെന്ന് തന്നെ വെരിഫൈ ആയി കിട്ടാവുന്ന സംഭവമാണ് ആഡ്സൻസ് ID വെരിഫിക്കേഷൻ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.